ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ചാനലിൽ 11 മാസമായിട്ട് ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ അധികം എടുക്കുന്നത് കുക്കിങ്ങിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് തന്നെ ലോങ് വീഡിയോ എടുക്കാൻ ഇടയ്ക്കൊക്കെ വിട്ടു പോകുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എനിക്കിപ്പോൾ ഒരു കുഞ്ഞുവാവയും കൂടിയുണ്ട്. അപ്പോൾ അവനെയും വെച്ചുള്ള ഫസ്റ്റ് റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ട്രാവൽ വ്ളോഗ് ചെയ്താലോ എന്നൊക്കെ മൈൻഡിലുണ്ട്. പിന്നെ ബേബീനെയും കൊണ്ടുള്ള ഫസ്റ്റ് ട്രാവലാണ്. അത് ഓക്കെ ആവുമോ എങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം കുറച്ച് സമയമൊന്നും വ്ളോഗിനെ കുറിച്ച് ചിന്തിച്ചേ ഇല്ല. പിന്നെ പകുതിക്ക് എത്തിയപ്പോഴാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് ഇതിന് മുന്നേ ഉള്ളതൊക്കെ മിസ്സായിട്ടുണ്ടേ. ഈ ഒരു ട്രിപ്പിനെ മോർ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ നടൻ അജു വർഗീസിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ക്ലോസ് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു നമ്മൾ ഈ റോഡ് ട്രിപ്പ് പ്ലാൻ ആക്കിയിട്ട് പോയത്. വിചാരിച്ച് അതിങ്ങനെ ഇടങ്ങാറൊന്നും ഉണ്ടാക്കിയില്ല. കാരണം ഓരോ എക്സിറ്റിലും നമുക്കിവിടെ റെസ്റ്റ് ഏരിയ ഉണ്ടാവും. അപ്പം നിർത്തി ബേബിനെ ഫീഡ് ചെയ്ത് അങ്ങനെ ഒരു പതുക്കെ റിലാക്സ് ചെയ്തായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഒരു നല്ല ഗ്യാപ്പിന് ശേഷം വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ എത്ര ടേക്ക് എടുത്തിട്ടും ഇത് സെറ്റാവുന്നേ ഉണ്ടാക്കില്ല. ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മൈക്ക് വെച്ച് വോയിസ് ഓവർ കൊടുക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഡയറക്റ്റ് ഫോണിലൂടെ തന്നെ എനിക്ക് തോന്നുന്നതൊക്കെ പറഞ്ഞാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഇടിയിലയച്ച് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടില്ലെന്ന് അടിച്ചിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണണേ. നമ്മളിപ്പോൾ പോകുന്നത് സ്നോ കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 6 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വേണം കാണാൻ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ട്രാവൽ വ്ളോഗെല്ലാം നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുന്നൊന്നും അറിയില്ല. ഒരുവിധം കാഴ്ചകളൊക്കെ സെയിം ആയിരിക്കും. പിന്നെ കുക്കിംഗ് വീഡിയോസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സിനും ഫാമിലിയിൽ നിന്നും വരുന്ന റിക്വസ്റ്റാണ് എടുത്ത സ്ഥലങ്ങളെല്ലാം ഒന്ന് കാണിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗാക്കിയിട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സ്നോ കാണുന്ന സ്ഥലത്ത് എത്തിയിട്ടാണ്. ഇനിയിപ്പോൾ ഇവിടുന്നൊരു 20 മിനിറ്റ് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ സ്നോ കാണണം. അതിന് മുമ്പ് നമുക്ക് ടിക്കറ്റ് എടുക്കാനുണ്ട്. എപ്പോൾ സ്നോ കാണുമ്പോൾ ഒരു പുതുമയാണ്. ഇത് ഈ ഒരു 6 മണിക്കൂർ അങ്ങനെ ഇടങ്ങാറില്ലാതെ അവിടെ എത്തിയെന്ന് പറയുന്നതായിരിക്കും സത്യം. കാരണം മോന് 2 മാസമല്ലേ ആയുള്ളൂ. അപ്പോൾ അവൻ അധികം സമയം ഉറക്കമായിരുന്നു. ഇടയ്ക്ക് മക്കൾക്ക് ഫുഡ് കൊടുക്കാനും മോന് ഫീഡ് ചെയ്യാനൊക്കെ ആയിട്ട് നിർത്തി. അപ്പോൾ സക്സസ്ഫുള്ളി ആ 6 hours കംപ്ലീറ്റ് ചെയ്തു നമ്മൾ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നോട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര എനർജി ആയിരുന്നേ. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ യാത്രയെല്ലാം ചെയ്തിട്ട് വന്നിട്ട്. അപ്പോൾ പിള്ളേരെല്ലാം ഓക്കെയാണ്. പിന്നെ അജു വർഗീസിൻ്റെ ഫാമിലി തിരിച്ചു പോയി. ഇപ്പോഴാണ് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാനുള്ള സാഹചര്യം ഒത്തു വന്നത്. ഇങ്ങനെ അടുത്തടുത്ത് എത്തുമ്പോൾ കുറച്ച് സ്നോ ഫ്ലേക്സ് പിന്നെ ഈ സ്നോ ആടി ഇടിയെല്ലായിട്ട് ഇങ്ങനെ കുറച്ചുണ്ടാവും. അല്ല കാണാൻ ഭയങ്കര രസമാണ്. അതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. എപ്പോൾ സ്നോ കാണുമ്പോഴും ഫ്രഷ് മൈൻഡായിരിക്കും, എപ്പോഴും ഒരു പുതുമയായിരിക്കും. എനിക്ക് ഈ എഡിറ്റിങ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അത് വോയിസ് ഓവറിലെത്തി, പിന്നെ ചാനലായി, സബ്സ്ക്രൈബേഴ്സായി, കമ്മിറ്റ്മെൻറ്റായി, അങ്ങനെ ആ ജേണി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്ത് പിന്നീട് അതെടുത്ത് നമ്മൾ കാണുമ്പോഴാണ് ആ മൊമെൻറ്റ്സൊക്കെ എത്ര ബ്യൂട്ടിഫുള്ളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ കാണുമ്പോൾ ഒക്കെ ജസ്റ്റ് നോർമൽ പോലെയാണ്. കുറേ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ശരിക്കും ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഫോണിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഡിലീറ്റായി പോയൊക്കെ വരും. പക്ഷെ ഇങ്ങനെയൊക്കെ ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന പല വീഡിയോസും പിന്നീട് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സ്നോ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വണ്ടീൻ്റെ മേലെയെല്ലാം നിറച്ച് സ്നോ ആയിരുന്നു. ഈ പ്രാവശ്യം സ്നോ കുറവാണ്. അതുപോലെ വിൻ്ററും ഈ പ്രാവശ്യം അത്ര ഭയങ്കര തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ഓക്കെ വിൻ്ററായിരുന്നു ഈ പ്രാവശ്യം. അതുപോലെ തന്നെ അവിടെ എത്തിയപ്പോഴും സ്നോ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. എന്നാലും ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്നോ ഫ്ലേക്സ് നമ്മുടെ കണ്ണിലൊക്കെ അടിക്കുന്നുണ്ടേനു. ഇതിങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. ഈ വീഡിയോയിലൂടെ എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഈ കാതൽ റോജയിൽ ആ പാട്ടൊക്കെ വെച്ചാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഡ്രൈവ് ചെയ്തത് സൺഡേ ആണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കേനു. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് കാർ പാർക്കിലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഇഷ്ടം പോലെ കാറ് പാർക്ക് ചെയ്തതിന്. പക്ഷെ നമുക്ക് എളുപ്പം നമ്മുടെ സ്പോട്ടൊക്കെ കിട്ടി. അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നിട്ടില്ല. ഈ കാണുന്ന പോലെ നമ്മളും കുറച്ച് ബേജാറായെങ്കിലും ഉള്ളോട്ട് പോയപ്പോൾ പാർക്കിങ്ങിന് അത്യാവശ്യം നല്ല സ്ഥലം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കാറ് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ റെൻ്റൽ ഷോപ്പിൽ കയറിയിട്ട് ജാക്കറ്റ്, ഗ്ലൗസ്, ഷൂ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും വീഡിയോയിൽ കാണിക്കാത്തത് ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് വെച്ചായിരുന്നു ഞാൻ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഓപ്ഷൻ ഉണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ റോഡ് അത്യാവശ്യം സ്ലിപ്പറി ആയിരിക്കും. അപ്പം നമ്മളുടെ വീലിന് ചെയിൻ ഇടാൻ പറയും. അപ്പോൾ ഈ പ്രാവശ്യം സ്നോ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അങ്ങനെ നമ്മൾ പെരിശറെത്തി. കാറിന് പുറത്തിറങ്ങിയപ്പോഴാണ് ഭയങ്കര കാറ്റും നല്ല മഴയും കണ്ടത്. പിന്നെ കുഞ്ഞിനെ ഇറക്കുന്നത് ടാസ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇക്കയും കുഞ്ഞും കാറിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. വീഡിയോ തുടങ്ങി വെച്ചതുകൊണ്ട് അത് ഫിനിഷ് ചെയ്യാതെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് ആ തണുപ്പത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കുമായിരുന്നേ. അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല നല്ല വ്യൂസുള്ള സ്ഥലങ്ങളിൽ നോക്കിയിട്ട് ഞാൻ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ കാണുന്ന മൊഞ്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കയ്യിലുള്ള ഒരു ഗ്ലാസ് അയച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് കൈയൊക്കെ നല്ല മരവിച്ച് കിടക്കുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സ്നോഫോൾ കൊണ്ട് ഒന്നും കാണാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമായിരുന്നേ. ഈ പ്രാവശ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ രസമായിട്ട് തോന്നിയ ഈ കുഞ്ഞ് ലേക്കാണ്. അത് കാണാനും ആ വീഡിയോ എടുക്കാനും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. കാഴ്ചകൾ കാണിച്ച് അവസാനം എൻ്റെ കൈക്ക് അനക്കമില്ലാതെയായി. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയി. അവിടെ വാഷ്റൂം എവിടെയാണെന്ന് നോക്കി ചൂടുവെള്ളത്തിൻ്റെ അകത്ത് കൈ കുറേ നേരം മുക്കി വെക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ കുറേ നേരം അകത്ത് ഇങ്ങനെ നിന്നിട്ടാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള വീഡിയോസ് എടുത്ത് പെട്ടെന്ന് തന്നെ തിരിച്ച് കാറിലോട്ട് പോയത്. ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് കാറിന് പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾ ഏത് ഭാഗത്തേക്കാണ് പോയി എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അവർക്ക് മോർ ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്നോ ബോർഡൊക്കെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവർ പോയത്. തപ്പി കണ്ടുപിടിക്കാനുള്ള ആരോഗ്യം എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. മൈൻഡ് മൊത്തം ഇവരെവിടെയുള്ള ഏത് സൈഡിലോളിയുള്ളതെന്ന് ആലോചിച്ചുകൊണ്ടുണ്ട്. കാരണം ഒരുപാട് സൈഡിലായിട്ട് കുറേ ആൾക്കാർ ഓരോ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടുണ്ടേനു. അങ്ങനെ മോൻ കരയുന്നുണ്ടാവുള്ളൂ എന്ന് ആലോചിച്ചിട്ട് തിരിച്ച് കാറിലേക്ക് നടക്കുന്നിടയിലാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടത്. അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ കുട്ടികളായിട്ട് നല്ലോണം കളിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാന്ന്. അങ്ങനെ പ്രവീണേട്ടനെ വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കൂടെ വന്ന് നമ്മളെ ഫ്രണ്ട് പ്രവീണേട്ടന്. ചുമ്മാ ഫ്രണ്ടെന്ന് മാത്രം പറയാൻ പറ്റില്ല, നമ്മൾ ഓസ്ട്രേലിയയിൽ വന്ന കാലം തൊട്ടേ നമുക്കറിയാവുന്ന നമ്മുടെ ഫാമിലി തന്നെയാണ്. അങ്ങനെ ആടുന്നിടത്തുള്ള വീഡിയോ എടുത്തിട്ട് പ്രവീണേട്ടനോട് ചോദിച്ചാൽ എവിടെയാണ് മക്കളുള്ളതെന്ന്. അങ്ങനെ ആ ഭാഗത്തേക്ക് നടക്കുവാണ്. നടക്കുന്നിടയിൽ ഭയങ്കര കാറ്റായതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ദൂരം നടക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ കാറിലിരുന്ന് നിൽക്കാനയക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് പോയതാണ്. കാറിലെത്തിയപ്പോൾ കൈയൊന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര മരവിച്ചിരിക്കുമായിരുന്നേ. അപ്പോഴേക്കും പിള്ളേരെല്ലാം എത്തി. അങ്ങനെ എല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ച് ആർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ച് ചെറിയ ഫുഡും സ്നാക്സൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് പോവാണേ. പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒന്നും ഒരുമിച്ചുള്ളത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്പോട്ടിൽ നിർത്തി ജസ്റ്റ് ഒന്ന് എടുത്തൊരു സെൽഫി എങ്കിലും എടുത്തിട്ട് പോകാമെന്നുള്ളതിൽ നമ്മൾ ഒരു സ്പോട്ട് നോക്കിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കൊന്നും തീരെ പറ്റുന്നുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ആരും കാറിൽ നിന്ന് ഇറങ്ങാൻ റെഡി അല്ലേനു. എന്നാൽ ഈ ഒരു സൈഡിൽ നിർത്തിയിട്ട് നമ്മളിങ്ങനെയല്ലോ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടേനെ. കുട്ടികളിൽ ഫുള്ള് നനഞ്ഞിട്ടാണ് ഉണ്ടായത്. അവരെ ഡ്രസ്സ് മാറ്റാനൊന്നും അവർ സമ്മതിച്ചിട്ടുണ്ടെങ്കില്ല. അവർക്ക് എങ്ങനെയെങ്കിലും അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞ് പിന്നെ നമ്മളൊന്നും നോക്കിയിട്ടില്ല. മുന്നോട്ട് പോയി ഏതെങ്കിലും റെസ്റ്റ് ഏരിയയിൽ നിർത്തിയിട്ട് അവർ റെഡിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു.
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്ക് കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. അനക്ക് വീഡിയോ എടുക്കാനും പിള്ളേർക്ക് മാറ്റാനെല്ലായിട്ട് നമ്മൾ അവിടെ തന്നെ നിർത്തിയിട്ടാണ്. അത്യാവശ്യം എല്ലാവർക്കും നല്ല വിശന്നിരിക്കുന്ന സമയത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടുന്ന് റെഡിയായിട്ട് തിരിച്ചു പോകാം. പോകുന്ന വഴിക്ക് ക്യാൻബറയിൽ നിന്ന് പാർലമെൻറ്റ് ഹൗസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തേ. പിന്നെ മോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ അവളെയും കൂട്ടി നേരെ വാഷ്റൂമിൽ പോയിട്ട് അവരൊക്കെ റെഡിയാക്കി. അപ്പോഴേക്കും അവരൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഞാൻ മോനെ ഫീഡ് ചെയ്ത് നമ്മൾ കാറൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ തിരിച്ചു കൊടുക്കാനുള്ള നമ്മൾ റെൻ്റ് ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ പിന്നെയും ആ ഡേഡിയെല്ലാം പോയിട്ട് കുറച്ച് വീഡിയോസെല്ലാം എടുത്തിട്ട് നമ്മളതിന് തിരിച്ചു പോകാനുള്ള സെറ്റപ്പിലാണ്. ഇപ്പം തന്നെ 3 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ടൈമില്ല. അപ്പം ബാക്കിയുള്ളതൊക്കെ മിസ്സാവും എന്നുള്ള ടെൻഷന് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പ്ലാനിങ് ഒക്കെ ചെയ്താണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുഡ് ടേക്ക് അവേ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ അത് നടന്നില്ല. നമ്മൾ പോകുന്ന വഴിക്ക് റെൻ്റൽ ഷോപ്പിൽ കയറിയിട്ടെല്ലാം റിട്ടേൺ ആക്കി. അതിനുശേഷം അവിടെയുള്ള KFCയിലും പിന്നെ സബ്വേയിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ച് തന്നെയാണ് നമ്മൾ പോയത്. അതുകൊണ്ട് പാർലമെൻറ്റ് ഹൗസിലെത്തുമ്പോൾ ഒരു സമയത്ത് അതിന് അതൊക്കെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. 5 മണിയാകുമ്പോഴത്തേക്ക് പാർലമെൻറ്റ് ഹൗസൊക്കെ ഇവിടെ ക്ലോസ് ആവും. പിന്നെ നമ്മളവിടെ നിർത്തി പിന്നെ അവർക്ക് ചുമ്മാ പുറത്തൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ ഫുഡ് ഓപ്ഷൻസ് കൊടുത്തപ്പോൾ റഷായിസിലോട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അവർക്ക് സ്റ്റേക്കൊക്കെ കഴിക്കാനായിരുന്നു ആഗ്രഹം. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അവിടെയായിരുന്നു. നമ്മളതൊക്കെ കഴിച്ച് എല്ലാവരും ഒരുപാട് നേരം സംസാരിച്ചാണ് പിരിഞ്ഞത്. ഒരു 12:30 ആയിട്ടോ വീട്ടിലെത്തുമ്പോൾ. അങ്ങനെ നമ്മൾ ട്രാവൽ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.